തുടരുക. ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തകൻ റൂബിൻ ലാൽ ചേരുകയാണ്. റൂബിൻ ലാൽ, ഇന്നലെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലൊക്കെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആയിരുന്നു ഈ അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനുള്ള വഴി വിട്ടുന്നതിനെതിരെ. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവിടെ ഇപ്പോൾ നേരിടുന്നത്? പഞ്ചായത്തിലെ 11 ആദിവാസി കോളനികളും പറമ്പിക്കുളം സംരക്ഷിത പ്രദേശത്തിന്റെ സമീപത്താണ്. വാഴച്ചാൽ ഡിവിഷന്റെ അതിർത്തി പങ്കിടുന്ന ഒരു വലിയ പ്രദേശം പറമ്പിക്കുളം മേഖലയുടെയും വാഴച്ചാൽ ഡിവിഷന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയിലാണ് ആനയെ കൊണ്ടുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വാഴച്ചാൽ ആദിവാസി കോളനി, പവലപ്പാറ ആദിവാസി കോളനി, പെരിയൽക്കുത്ത് ആദിവാസി കോളനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആദിവാസികളെല്ലാം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നിരന്തരം ആശ്രയിക്കുന്ന ഒരു വനമേഖലയാണ് ഈ പറയുന്ന മുതിരച്ചാൽ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് ആനയെ കൊണ്ടുവിടുമ്പോൾ ആദിവാസികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ പരിഹരിക്കാതെയും അതിനെക്കുറിച്ച് പഠനം നടത്താതെയുമാണ് ഈ ആനയെ ഇവിടെ കൊണ്ടുവിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇത് ഏത് രീതിയിൽ ബാധിക്കും ആ മേഖലകളെ? ആ മേഖലയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നാണ് ഇത് വലിയ രീതിയിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്ക് നിരന്തരം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആശ്രയിക്കേണ്ട ഒരു വനമേഖലയിൽ നിലവിൽ ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ആനയെ കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതിൽ ആദിവാസികൾക്ക് വലിയ പ്രതിഷേധമാണ് ഒരു ഇന്നലെ അറിയിച്ചത്. ഈ സ്വാഭാവികമായിട്ടും ഇത് പറമ്പിക്കുളം വനമേഖലയിലാണല്ലോ തുറന്നു വിടുന്നത്. അപ്പോൾ അത് ഈ മലക്കപ്പാറ ഒപ്പം തന്നെ ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകൾക്കും അത് ഭീഷണിയാണോ ഈ അരിക്കൊമ്പൻ? നമുക്ക് ഈ ആനയെ തുറന്നു വിടുന്നു എന്ന് പറയുന്ന പ്രദേശം വാഴച്ചാലിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രം അകലെയാണ്. വാഴച്ചാലിൽ നിന്ന് മാത്രമല്ല, അതിരപ്പള്ളി പഞ്ചായത്തിന്റെ മിക്കവാറും മേഖലകളിലൊക്കെ ഈ 20 കിലോമീറ്റർ ചുറ്റളവിൽ പറമ്പിക്കുളം ഡിവിഷന്റെ പ്രദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എത്രയും പെട്ടെന്ന് ഈ വാഴച്ചാൽ മേഖലയിലേക്ക് കടക്കും എന്നുള്ളതാണ് ആദിവാസികൾ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നെന്മാറ MLA കെ ബാബു നമ്മളോട് പറഞ്ഞത് ഈ നിയമപരമായി മുന്നോട്ട് പോകും, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ട് എന്നതാണ് നെന്മാറ MLA നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹൈക്കോടതി വിധിയൊക്കെ നിങ്ങൾക്ക് എതിരായി വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ 11 ആദിവാസി ഊരുമൂപ്പന്മാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇപ്പോൾ അവിടുന്ന് പോലും എതിർ വിധി വരികയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുക? ഇന്ന് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ MLA അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നിമിഷം തുടരുക. ഇപ്പോൾ ചാലക്കുടി MLA സതീഷ് കുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുക.